പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ പ്രഗ്നന്റ് ആക്കിയ ശേഷം അത് അബോർട്ട് ചെയ്യാൻ രാഹുൽ പറയുന്നതിന്റെ ക്ലിപ്പ് വന്നിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ രാഹുൽ ഇപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് അദ്ദേഹത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നു. കൃത്യമായ മറുപടി നേതൃത്വം നൽകുന്നില്ല, രാഹുൽ നൽകുന്നില്ല. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിരന്തരമായി ഉയർന്നു വന്ന് കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് മാത്രമല്ല, ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭച്ഛിദ്രത്തിന് വിധേയമാക്കി എന്നുമാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, മറിച്ച് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റവുമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചുകളിയാണ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സസ്പെൻഷൻ പ്രഖ്യാപിച്ച വ്യക്തി തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സസ്പെൻഷൻ നടപടി കടലാസിൽ മാത്രമാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം MLAക്കെതിരെ ഇത്രയും നീചമായ ആരോപണം ഉയർന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. കുറ്റാരോപിതനായ വ്യക്തിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുവാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? ഇത് കേരളത്തിലെ സ്ത്രീകളോടും വോട്ടർമാരോടും കാണിക്കുന്ന വെല്ലുവിളിയാണ്. സ്വന്തം പാർട്ടിയിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയും വലിയ ആരോപണം ഉയരുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെയെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അധികാരം നേടാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന കോൺഗ്രസിൻ്റെ അധാർമിക രാഷ്ട്രീയമാണ് ഇതിലൂടെ വെളിവാക്കുന്നത്. അതുകൊണ്ട് ഈ കപട നാടകം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നടപടി മാതൃകാപരമായി കോൺഗ്രസ് സ്വീകരിക്കണം. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് അദ്ദേഹം മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം മാറാതിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ജനമധ്യത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ അത് എങ്ങനെ വേണം അതിനെ സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അത് ശരിയാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രമേളയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ആ വേദിയിൽ നിന്ന് 2-3 മാർഗങ്ങളാണുള്ളത്. ഒന്നേ അദ്ദേഹത്തിന് ഇറക്കി വിട്ടാൽ അത് ബലം പ്രയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകണം. അങ്ങനെ പോയാൽ നമ്മുടെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടും. അവിടെ വന്നിരിക്കുന്ന കുട്ടികളാകെ ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിൽ ആകെ അസ്വസ്ഥരായി അവരുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത നിലയിലാവും. അപ്പം അത്തരത്തിലുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയ വേദിയെ പങ്കിട്ടത്. അതെ, സ്വാഭാവികമായിട്ട് നിസ്സാരമായി ഇറക്കി വിടാൻ കഴിയില്ലല്ലോ. ഒരിക്കലും നിസ്സാരമായി ഇറക്കി വിടാൻ കഴിയില്ലല്ലോ. അതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുട്ടികളായിരിക്കും. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത്രയും കാര്യം ഇത് അന്ന് വ്യക്തമാക്കിയില്ല. വ്യക്തമാക്കാത്തതുകൊണ്ട് തന്നെ ചില തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അയാളെ തിരഞ്ഞെടുക്കപ്പെട്ട ആണോ, അയാളെ അതങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അതൊക്കെ അയാൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ദിവസവും ഇത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാതെ ഒഴിഞ്ഞുമാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. അങ്ങനെയാണല്ലോ നമ്മുടെ ശാസ്ത്രമേളയിൽ ഉണ്ടായത്.
അപ്പോൾ ചോദിച്ചതിൻ്റെ പേരിൽ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട ഒരു വ്യക്തി കോൺഗ്രസും ഈ വ്യക്തിയാണ്. എന്തൊക്കെ ടെലിവിഷനിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിങ്ങളുടെ എല്ലാം മാധ്യമ ജീവിതത്തിനോട് ഇതൊക്കെ ഒരു പുതിയ അനുഭവമില്ലേ? പുതിയ അനുഭവമായിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും എഴുതുകയും പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു അനുഭവം പുതിയൊരു അനുഭവം ആയിരിക്കും, എന്ന കാര്യം സംശയമില്ല. അതിനെയും ഇനിയിപ്പം കോൺഗ്രസ്സുകാർ ന്യായീകരിച്ചുകൊണ്ട് മിക്കവാറും എനിക്കെതിരായിട്ട് പ്രസ്ഥാനം ഇറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിറക്കിക്കൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു.